ലതയ്ക്ക് ഞാൻ പൈസ തരുമെന്ന് ആർച്ച പറഞ്ഞില്ലേ? ആ പറഞ്ഞു സാർ. ഞാനങ്ങനെ ആർക്കും പൈസ കൊടുക്കാറില്ല. അതും പറഞ്ഞു. പക്ഷെ ഞാൻ ലതയ്ക്ക് പൈസ തരാമെന്ന് ഉദ്ദേശിച്ച കാര്യം എന്താ അറിയാമോ? എനിക്ക് ലതയോടുള്ള സഹതാപം. ഇന്നത്തെ ദിവസം ലതയ്ക്ക് ജോലി അപ്പുറത്താണല്ലോ. പൈസയുടെ ആവശ്യം വന്നപ്പോ ലത അവിടെ പൈസ ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? ഞാൻ പറഞ്ഞു ശരിയല്ലേ? വളരെ ശരിയാണ്. പക്ഷെ ആ മൃഗം തന്നില്ല. തന്നില്ല സാർ. അവൻ തരില്ല. അവൻ വെറുതെ ആൾക്കാരെ മുമ്പ് ഇങ്ങനെ വളവള വർത്താനം പറഞ്ഞ് ഷോ കാണിക്കാൻ മാത്രമേ ഉള്ളൂ. മനുഷ്യ പറ്റില്ലെന്നേ. പക്ഷെ ഞാൻ അങ്ങനല്ല കേട്ടോ. അതെനിക്ക് മനസ്സിലായി സാർ. ഇനിയെങ്കിലും ലത മനസ്സിലാക്കണം, അവനെക്കാളും എന്തുകൊണ്ട് യോഗ്യനാണ് ഞാനെന്ന് കേട്ടോ. മനസ്സിലായി സാർ. പിന്നെ ആ മൃഗം അവിടെ കാണിക്കുന്ന കുഴപ്പങ്ങളൊക്കെ എന്നോട് വന്ന് പറയണം. പറയാം സാർ. അത് മാത്രം പോരാ, ഇവിടത്തെ കാര്യങ്ങളും എന്നോട് പറയണം. ഉറപ്പായിട്ടും പറയാം കേട്ടോ. അതിനാണ് ഈ പൈസയൊക്കെ തരണത്. താങ്ക് യു സാർ. ശരി സാറേ, ചായ. ആർച്ച അകത്ത് മോളുടെ തുണി തേക്കുക. ലതേ. എന്താ സാറേ? ലത ഇവിടെ ജോലിക്ക് വന്നിട്ട് എത്ര നാളായി? കുറച്ച് ദിവസമായി സാർ. ജോലിക്ക് വന്നപ്പോ ഞാൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന ഓർമ്മയുണ്ടോ? എന്താ സാർ? ഓഹോ, ഇവിടെ ആരൊക്കെ വരുന്നു, ആർച്ച അവരുമായിട്ട് എന്തൊക്കെ സംസാരിക്കുന്നു, ആർച്ച എവിടെയൊക്കെ പോകുന്നു, ഇതെല്ലാം നോക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നോ? എന്നിട്ട് ഇന്നലെ ലൈൻമാൻ സുശീലിനോട് വന്നോ? ആ വന്ന കാര്യം എന്താ എന്നോട് പറയാത്തെ? അത് ചേച്ചി സാറിന്റെ അടുത്ത് പറഞ്ഞു കാണുമല്ലോ. ചേച്ചി പറഞ്ഞാ പോരാ, അത് ലത എന്നോട് പറയണം. അതിനാണ് ലതയെ ഞാൻ ഇവിടെ വെച്ചേക്കണത്. മാത്രമല്ല, ആർച്ച പറയണതൊക്കെ സത്യമാണോന്ന് ഞാൻ എങ്ങനെ അറിയും? പറയും. ഇന്നലെ സുശീലിനോട് എന്തൊക്കെയാ പറഞ്ഞു? പറയും. ഞാൻ ശ്രദ്ധിച്ചില്ല സാർ. എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല? അതൊക്കെ മോശമല്ലേ സാർ? സുശീലും ചേട്ടനും ചേച്ചിയും തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ എങ്ങനെ ഒളിഞ്ഞെന്ന് കേൾക്കാനാ? അതൊക്കെ കേൾക്കണം. അത് കേൾക്കാൻ തന്നെയാണ് ഞാൻ ഇവിടെ ജോലിക്ക് വെച്ചേക്കണത്. അല്ല സാർ, ഇവിടുത്തെ ജോലി ചെയ്യാനാ എന്നെ ഇവിടെ ജോലിക്ക് വെച്ചിരിക്കുന്നത്. ഈ പറഞ്ഞതും ആ ജോലിയിൽ പെടുന്ന കാര്യമാണ്. അതൊന്നും പറ്റില്ല സാർ. പറ്റില്ലെന്ന് പറഞ്ഞ? പറ്റില്ല. ഓ, അത് ശരി. ഒരു കാര്യം ചെയ്യ്, കൂടും കുടുക്കയിലും എടുത്തോണ്ട് ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ. മതി ഇവിടുത്തെ പണി. ചേച്ചി സമ്മതിക്കട്ടെ, ഞാൻ എന്നാ എന്റെ കൂടും കുടുക്ക എടുത്തോണ്ട് ഇറങ്ങിക്കോളാം. ചേച്ചി അല്ലല്ലോ നിന്നെ ജോലിക്ക് വെച്ചത്, ഞാനല്ലേ? സാർ എന്റെ അടുത്ത് തർക്കിച്ചിട്ട് ഒരു കാര്യവും വല്ല പറയാനുണ്ടെങ്കിൽ ചേച്ചിയുടെ അടുത്ത് പോയി പറഞ്ഞാൽ മതി. എനിക്ക് ജോലിയുണ്ട്. അവിടെ നിൽക്കേ. ഞാൻ പറഞ്ഞാ നീ അനുസരിക്കൂലല്ലേ? നേരായ കാര്യങ്ങളാണെങ്കിൽ അനുസരിച്ചിരിക്കും. ഇതുപോലത്തെ പ്രവൃത്തിയാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റൂല. അഹങ്കാരി. ഞാൻ കാണിച്ചു കാടി ഓരോന്നുള്ളത്. ചായ. ചേച്ചി, ഇവിടത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ മിറ്റം തൂക്കാൻ പൊക്കോട്ടെ? ആയിക്കോട്ടെ. സത്യത്തില് നീ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഒരു ജോലി ഇല്ലാണ്ടായി. സത്യേട്ടൻ അന്ന് നിന്നെ ജോലിക്ക് വെക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഞാനാ വേണ്ടെന്ന് പറഞ്ഞത്. ഇപ്പൊ നീ എനിക്ക് ശരിക്കൊരു സഹായിയാ. പഞ്ചായത്തിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. നിന്നെ നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. പക്ഷേ സാറിന് എന്നെ ഇഷ്ടമല്ലാന്ന് തോന്നുന്നു ചേച്ചി. എപ്പോഴും ഭയങ്കര ഗൗരവത്തിലാണ് ഇരിക്കണ. അത് പിന്നെ അങ്ങനെ അല്ലാതിരിക്കോ? പോലീസുകാർക്ക് ആർക്കെങ്കിലും ആരോടെങ്കിലും മര്യാദക്ക് പെരുമാറാൻ അറിയോ? സത്യേട്ടൻ എല്ലാവരോടും അങ്ങനാ. എന്തിന്? സ്വന്തം ഭാര്യയായ എന്നോട് പോലും മര്യാദയ്ക്ക് പെരുമാറാറില്ല, പിന്നെയാ നിന്നോട്. നിന്റെ കാര്യത്തില് സത്യേട്ടന് ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ ഞാനിവിടെ ജോലിക്കാരുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് സത്യേട്ടൻ നിന്നെ വാശി പിടിച്ച് ഇവിടെ ജോലിക്ക് വെക്കുവോ? പുറമേ കാണുന്ന ഗൗരവേ ഉള്ളൂ, ആളുള്ളിൽ പാവാ. അല്ലെങ്കിൽ എന്റെ ഈ കഷ്ടപ്പാട് കണ്ടിട്ട് നിന്നിവിടെ ജോലിക്ക് വെക്കുവോ? ഞാനിവിടെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് പുള്ളിക്ക് ഭയങ്കര വിഷമമാണ്. അതുകൊണ്ടാണ് നിന്നെ ഇവിടെ ജോലിക്ക് വെച്ചത്. വേറെ ഏതെങ്കിലും ഭർത്താക്കന്മാർ ഇതിനൊക്കെ സമ്മതിക്കൂ? അതെ, വേറെ ആരും സമ്മതിക്കൂല. സാറിന് ചേച്ചിയുടെ അടുത്തുള്ള സ്നേഹം മറ്റാർക്കും മനസ്സിലായില്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. ചായയൊക്കെ കൊടുത്താണല്ലോ, പിന്നെന്താ പ്രശ്നം? ആ വിളിയിൽ എന്തോ ഒരു പന്തികേടില്ലേ? അറിയില്ല ചേച്ചി. ചേച്ചി ചെന്ന് നോക്ക, ഞാൻ ബാക്കിയുള്ള ജോലി കൂടി ചെയ്യട്ടെ. എന്താ സത്യേട്ടാ? ഈ ചായ ആരുണ്ടാക്കിയതാ? ലത. അതെ, നീ ലത ഉണ്ടാക്കുന്നൊന്നും എനിക്ക് വേണ്ട. അതെന്തു പറ്റി? എനിക്ക് അവിടെ അത്ര വിശ്വാസം പോരാ. മനസ്സിലായില്ല. ആർച്ച, ഇന്നലെ വലിയൊരു സംഭവം ഉണ്ടായി പോലീസ് സ്റ്റേഷനില്. ഇതുപോലെ ജോലിക്ക് നിന്ന് ഒരു സ്ത്രീ ആ വീട്ടിലുള്ളവർക്ക് ഭക്ഷണത്തിൽ മയക്കുമരുന്ന് കലക്കി കൊടുത്തിട്ട് അവരെ മയക്കി വീട്ടിലെ സ്വർണ്ണമെല്ലാം അടിച്ചോണ്ട് പോയി. അതുകൊണ്ട് അതിവിടെ സംഭവിച്ചൂടെ? അതുകൊണ്ട് ആർച്ചയെ നമ്മൾ ഇപ്പം ആൾക്കാരെ പുറമെ കാണുന്ന പോലൊന്നും അല്ല. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. അതുകൊണ്ടേ അവളെ നമുക്ക് പറഞ്ഞു വിട്ടേക്കാം. ബെസ്റ്റ്. ആരെങ്കിലും എന്തെങ്കിലും തട്ടിപ്പ് കാണിച്ചെന്ന് വെച്ച് ലത എന്ത് പഴച്ചു? അവളൊരു പാവാന്നേ. അവള് വന്നതിന് ശേഷം എനിക്കൊരു സമാധാനമായത്.
രാവിലത്തെ തിക്കും തിരക്ക് ബഹളം ഒന്നുമില്ല. പിന്നെ ഭക്ഷണമാണെങ്കിൽ കറക്റ്റ് സമയത്ത് റെഡി. എനിക്കാണെങ്കിൽ എവിടെയെങ്കിലും അത്യാവശ്യത്തിന് പോകണമെങ്കിൽ അപ്പൊ തന്നെ പോവുകയും ചെയ്യാം. രാത്രി ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് കുഴപ്പമുണ്ട്. അല്ല ആർച്ചേ, ഞാൻ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നീ മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. ഇവള് ഏത് തരക്കാരിയാണെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ഉള്ളൊരു പേടിയാ. ഇതുവരെ ഇല്ലാത്ത പേടി ഇപ്പൊ എന്താ? അതിന് ഇന്നലെയാണല്ലോ സ്റ്റേഷനിൽ ആ സംഭവം ഉണ്ടായത്. ആ സംഭവം ഉണ്ടായി കഴിഞ്ഞ പിന്നെ ഞാനിത് ഓർത്തപ്പോഴാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇത് വന്നതേ. ശരിയാവില്ല, നമുക്ക് അവളെ അങ്ങ് പറഞ്ഞു വിട്ടേക്കാം. എന്നിട്ട് ഇന്നലെ രാത്രി അവളുണ്ടാക്കിയ ഭക്ഷണമാണല്ലോ സത്യേട്ടൻ കഴിച്ചത്. കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുകയും ചെയ്തു. പിന്നെ എന്താ രാവിലെ ഒരു സംശയം, ചായയിൽ മയക്കുമരുന്ന് കലക്കിയിട്ടുണ്ടോന്ന്? അർച്ച, നീ ഇനി തർക്കിക്കാണോ നിൽക്കല്ലേ? അവളെ അങ്ങ് പറഞ്ഞു വിട്ടാരെ. അവള് ആളത്ര ശരിയല്ല. അതിനൊരു കാരണം വേണ്ടേ സത്യേട്ടാ? കാരണം ഉണ്ട് ആർച്ചേ. എന്ത് കാരണം? എന്തുദ്ദേശത്തിലാണോ അവളെ ഇവിടെ നിർത്തിയത് അത് നടക്കുന്നില്ല. അതെ, ഓരോ ദിവസവും ഇനിയിപ്പോൾ അവളെ പേടിച്ച് വേണം നമ്മളിവിടെ ജീവിക്കാൻ. അതുകൊണ്ടാണ് പറഞ്ഞത് അവളെ പറഞ്ഞു വിടാം. ഒരു പ്രശ്നം ഉണ്ടാവില്ല സത്യേട്ടാ. അവളെ എനിക്ക് വിശ്വാസം, അത് മതി. അത് പോരാ, ഞാനാണ് ഈ വീട്ടിലെ ഗ്രഹനാഥ്. ഞാൻ പറയുന്ന അവിടെ അനുസരിച്ചാൽ മതി. അവളെ പറഞ്ഞു വിടാൻ നോക്ക്. ചുമ്മാ വട്ട് പറയാതെ ആ ചായ എടുത്ത് കുടിക്കാൻ നോക്ക്. അവളെ എന്തായാലും ഇവിടുന്ന് പറഞ്ഞു വിടുന്ന പ്രശ്നമില്ല. സൂക്ഷിച്ച്. അല്ല, ചായയിൽ വല്ലതും ചേർത്തിട്ടുണ്ടോന്ന് ആർക്കറിയാം? നീ സോപ്പിട്ട് ആർച്ചയെ കുപ്പിയിൽ ഇറക്കിയല്ലേ? കുപ്പിയിലോ? സാർ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇവിടെ ഒരു ജോലിക്കാരി വേണ്ട നമ്മൾ 100 വട്ടം പറഞ്ഞിട്ട് എന്റെ ഒറ്റ നിർബന്ധത്തിന് വഴങ്ങിയാണ് നിന്നെ ഇവിടെ ജോലിക്ക് വെച്ചത്. എന്നിട്ട് നീ അവളെ സൈഡല്ലേ? ഞാൻ ആരുടെ സൈഡല്ല. സാറ് എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ ശരിയായിട്ട് തന്നെ ധരിച്ചു വെച്ചേക്കണ. നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാനേ പുഷ്പം പോലെ ഞാൻ വിചാരിച്ചാൽ നടക്കുവേ. സാറെന്തിനാ എന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത്? സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞാലുണ്ടാവുന്ന അവസ്ഥ എന്താണെന്നറിയോ? ചേച്ചിയെ സംശയം ഉള്ളതുകൊണ്ട് രഹസ്യം ചോർത്താനാണ് എന്നെ ഇവിടെ ജോലിക്ക് നിർത്തിയെന്ന് പറഞ്ഞാലേ സാറിന്റെ മാനം പോവും. ഓ, നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. നിന്നെ പിരിച്ചു വിടുമെന്ന് ഞാൻ പറഞ്ഞതിന്റെ പേരിൽ നീ ഉണ്ടാക്കിയ കള്ളക്കഥയാണ് ഇതെന്ന് ഞാനങ്ങ് പറയും. സാറിന്റെ സ്വഭാവം ചേച്ചിക്ക് നന്നായിട്ട് അറിയാന്നുള്ളത് കൊണ്ട് ഇത് പറഞ്ഞാലൊന്നും വിശ്വസിക്കത്തില്ല. അപ്പൊ നിന്റെ ശമ്പളവും നീ ചേച്ചിയിലൊന്ന് മേടിച്ചാൽ മതി കേട്ടോ. സാറല്ലേ എന്നെ നിയമിച്ചത്, അപ്പൊ ശമ്പളം തരേണ്ടത് സാറാണ്. നിന്നെ ജോലിക്ക് വെച്ച് എനിക്ക് നിന്നെ പിരിച്ചുവിടാനുള്ള അധികാരമില്ലെങ്കിൽ ശമ്പളം തരാൻ എനിക്ക് സൗകര്യമില്ല. നീ അത് ചേച്ചിയിലേന്ന് മേടിച്ചാൽ മതി. ഞാൻ 1 രൂപ തരില്ല. അതെങ്ങനെ ശരിയാവും? കൊച്ചേ, ഈ പഞ്ചായത്ത് കമ്മിറ്റിയിലെ സിറ്റിങ്ങിന് കിട്ടുന്ന ഫീസ് ഉണ്ടല്ലോ, അത് വെറും നക്കാ പിച്ചയാണ്. അതിവിടെ മീൻ വാങ്ങാൻ പോലും തികയില്ല. അവൾ എങ്ങനെ നിനക്ക് ശമ്പളം തരുമെന്ന് എനിക്കൊന്ന് കാണണം. ഞാനായിട്ട് ഒരു നയ പൈസ തരില്ല. സാറേ, ഞാൻ ഒരു തൊഴിലാളിയാണ്. നിങ്ങളുടെ വീട്ടുകാര്യങ്ങളിൽ ഇടപെടേണ്ട കാര്യം എനിക്കില്ല. നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കണം. എന്നെ എന്തിനാണ് ഉപദ്രവിക്കുന്നത്? അപ്പൊ നീയായിട്ട് പോവില്ല എന്നങ്ങ് ഉറപ്പിച്ചല്ലേ? ചേച്ചി പറഞ്ഞാ ഞാൻ പോവാം. കൊച്ചേ, ഞാനിവിടുത്തെ സ്ഥലം SI ആണ്. ഒരു കള്ളക്കേസ് ഉണ്ടാക്കി നിന്നെ പൊക്കിയെടുത്ത് ലോക്കപ്പിലിടാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല. എന്റെ സാറേ, ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്താതെ അത് ചെയ്തു കാണിക്ക്. എനിക്ക് എവിടെ ജോലി ഉള്ളതാ. സാറ് ചെല്ലാൻ നോക്ക്. അതെ, ഈ വീട്ടിൽ എന്റെ വാക്കിന് എന്തെങ്കിലും വിലയുണ്ടോ ഇല്ലെന്ന് എനിക്കറിയണം. രാവിലെ വഴക്കിന് വരാതെ സത്യേട്ടൻ കുളിച്ച് റെഡിയായിട്ട് സ്റ്റേഷനിൽ പോകാൻ നോക്ക്. സ്റ്റേഷനിൽ എപ്പോ പോകണം, എങ്ങനെ പോകണമെന്നൊക്കെ എനിക്കറിയാം. നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ പോലീസിലായിരുന്നു. അന്ന് ഞാൻ സ്റ്റേഷനിൽ കൃത്യമായിട്ട് പൊക്കോണ്ടിരുന്ന ആളാ. ശരി, സത്യന്റെ ഇഷ്ടം പോലെ ചെയ്യ്. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എപ്പോ വേണമെന്ന് പറഞ്ഞാൽ മതി, ലത എടുത്തു തരും. ആര്? ലത. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു തരേണ്ടത് ലതയല്ല, നീയാ എടുത്തു തരേണ്ടത്. ആ ശരി, ഞാൻ തന്നെ എടുത്തു തരാം. പ്രശ്നം തീർന്നല്ലോ. പ്രശ്നം അങ്ങനെ എങ്ങനെയൊന്നും തീരില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിനും കൂടെ തീരുമാനമാവട്ടെ. നാളെ മുതൽ ഈ വീട്ടിൽ വേലക്കാരി വേണ്ട. ഈ വീട്ടിൽ നാളെ മറ്റന്നാളും ഒക്കെ വേലക്കാരി ഉണ്ടാവും. അത് ലത തന്നെയായിരിക്കും. സത്യേട്ടാ, ഈ അടുക്കള കാര്യത്തിൽ സത്യേട്ട തലയിടണ്ട. ശമ്പളം കൊടുക്കുന്നത് ഞാനാ. അതങ്ങനെയല്ലേ വേണ്ടത്. ഞാൻ കൊടുത്തില്ലെങ്കിലോ? കൊടുത്തല്ലേ പറ്റൂ. ഇത്രയും കാലമായിട്ട് ഈ വീട്ടിലെ ചെലവുകളെല്ലാം നോക്കുന്ന സത്യേട്ടനല്ലേ. അപ്പോ ആ ശമ്പളവും കൊടുക്കേണ്ട സത്യേട്ടനല്ലേ. അത് അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാ സത്യേട്ടാ. എനിക്ക് പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് കുറെ കാര്യങ്ങളുള്ളതാ. തർക്കിച്ചിരിക്കാനൊന്നും എനിക്ക് സമയമില്ല. പഞ്ചായത്ത് മെമ്പർ വന്നേക്കണം അവള്. എന്താ സാറേ? നീ ആരാന്നടി നിന്റെ വിചാരം? നീ കളിക്കുന്നത് ഒരു പോലീസുകാരനോടാണ് കേട്ടാ. സാർ എന്തിനു ചുമ്മാ ദേഷ്യപ്പെടണ? ചേച്ചി സമ്മതിച്ച ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം.
ഈ സത്യപാലൻ SI ആരാണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരണുണ്ടടി. ആ സത്യമായിട്ട് ഇതുവരെ പോയില്ലേ? എന്താ ഇവിടെ കിടന്ന് ചുറ്റിക്കറങ്ങുന്നേ? ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ? സാറിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എടുത്തു കൊടുത്തോളാം ചേച്ചി. ചേച്ചി പെട്ടെന്ന് പോയി റെഡിയാവ്. അയ്യോ അത് പറ്റില്ല. ഞാൻ കൊടുത്താലേ സത്യേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂ, അല്ലേ സത്യേട്ടാ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ കാണുന്ന ഗൗരവം മാത്രമേ ഉള്ളൂ, ഉള്ളിന്റെ ഉള്ളിൽ ആള് പാവാ. അതെനിക്ക് പിന്നെ അറിയാലോ. സത്യേട്ടാ പോയി റെഡി ആവാൻ നോക്ക്, ചെല്. വെച്ചിട്ടുണ്ടടി.